അവകാശവാദങ്ങളെല്ലാം അടിച്ചു നിരത്തി ഒരൊറ്റ മറുപടിയുമായി ഇറാൻ ഹോർമൂസ് അടച്ചിടുക തന്നെ ചെയ്യും. അമേരിക്കയുടെ എല്ലാ പൊള്ളവാക്കുകളെയും കാറ്റിൽ പറത്തിയ ഈ തീരുമാനം ഇറാൻ എന്ന ഒറ്റ വാക്കിൽ നിലനിൽക്കുന്ന രാജ്യത്തിനു മാത്രം സ്വന്തം. അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിടുക തന്നെ ചെയ്യും. യുഎസിന്റെ ഭീഷണികൾക്ക് മുൻപിൽ ഇറാൻ മുട്ടുമടക്കില്ല. സമാധാന കരാറിൽ എത്തുന്നതുവരെ ഉപരോധം പിൻവലിക്കില്ലെന്നും ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ബോംബാക്രമണം പുനരാരംഭിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചപ്പോൾ ഹോർമൂസിലെ ട്രംപിന്റെ ഉപരോധം വീണ്ടും തരിപ്പണമാക്കി ഇറാന്റെ സൂപ്പർ ടാങ്കറുകൾ കടന്നുപോയി. അമേരിക്കൻ സൈന്യത്തെ നോക്കുകുത്തിയാക്കിയാണ് പുതിയ പാതയിലൂടെ 2 കപ്പലുകൾ ഒമാൻ കടലിൽ നിന്ന് ഗൾഫിലേക്ക് പ്രവേശിച്ചത്. ഇനിയും ഉപരോധം തുടർന്നാൽ അമേരിക്കൻ കപ്പലുകൾ മുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കൊണ്ട് ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ ആണവ പ്രതിരോധം പോലെ നിർണായകമാണെങ്കിലും കടലിടുക്കിലൂടെ യാത്രയ്ക്ക് തങ്ങളുടെ അനുമതിയും പ്രത്യേക റൂട്ടും ആവശ്യമാണെന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്നു. തങ്ങളുടെ പക്കലുള്ള യുറേനിയൻ ശേഖരവും അമേരിക്കയ്ക്ക് കൊടുക്കാൻ താല്പര്യമില്ലെന്ന് തന്നെ ഇറാൻ കടുപ്പിക്കുന്നു. കൂടാതെ ഒമാൻ കടലിനെയും ചെങ്കടലിലെയും കപ്പലുകളെ തടയുമെന്നും ഹോർമൂസ് പൂർണ്ണമായും അടയ്ക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അങ്ങനെ വന്നാൽ ഒരു തുള്ളി എണ്ണ പോലും ഹോർമൂസ് വഴി പുറത്തു പോകില്ലെന്നും ട്രംപ് അറിഞ്ഞു കളിക്കണമെന്നുമാണ് ഇറാന്റെ ഭീഷണി. ലെബനനിലെ വെടിനിർത്തലിന് അനുസൃതമായി നിശ്ചിത റൂട്ടിലൂടെയുള്ള യാത്ര അനുവദനീയമാണെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനു മറുപടിയായി ഇറാനുമായുള്ള ഇടപാട് പൂർത്തിയാകുന്നതുവരെ കടലിടുക്കിലെ നാവിക ഉപരോധം നിലനിൽക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. കൂടാതെ കരാറിലെത്തിയില്ലെങ്കിൽ US വീണ്ടും ബോംബുകൾ വർഷിക്കാൻ തുടങ്ങിയേക്കുമെന്നും ട്രംപ് അറിയിച്ചു. 1 മണിക്കൂറിൽ 7 അവകാശവാദങ്ങളാണ് US പ്രസിഡന്റ് നടത്തുന്നത്. ആ 7 അവകാശവാദങ്ങളും തെറ്റായിരുന്നു. നുണകൾ കൊണ്ട് യുദ്ധം ജയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സമാധാന ചർച്ചകളിലും അവർ എവിടെയും എത്താൻ പോകുന്നില്ല. ഉപരോധം തുടരുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിടക്കില്ല. ഹോർമൂസ് കടലിടുക്ക് തുറക്കണോ അടയ്ക്കണോ എന്നത് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയല്ല, ഇറാനാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 കൈകാര്യം ചെയ്യുന്ന നിർണായക പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഇറാൻ യുദ്ധത്തിനിടയിൽ ഏകദേശം 2 മാസത്തോളം ഇത് അടച്ചിട്ടത് ആഗോള എണ്ണ വിലയെയും വിതരണത്തെയും സാരമായി ബാധിച്ചിരുന്നതുമാണ്. ഇറാനിലെ ആണവ കേന്ദ്രത്തിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യുമെന്നും അത് അമേരിക്കയിലേക്ക് മാറ്റുമെന്നും അവകാശപ്പെടുമ്പോൾ ഒരു കണക്കിന് ഇസ്രായേലും അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന മറ്റൊന്ന്, എത്രയും പെട്ടെന്ന് ഇറാനുമായിട്ടുള്ള സംഘർഷം നിർത്താനാണ് അമേരിക്ക ആലോചിക്കുന്നത്. അമേരിക്കയ്ക്ക് മുൻതൂക്കമുണ്ടെന്ന് പുറമേ കാണുന്ന രീതിയിലുള്ള കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ മനസ്സിലിരിപ്പും. എത്രയും വേഗം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.